Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വാളിറ്റി മാനേജ്മെന്റ് എവിടെ വരെ എടുത്തേ? Components of quality 7th point വരെ. സേഫ്റ്റി വരെ എടുത്തു അല്ലേ? അതെ മാം. ഓക്കെ ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത് അല്ലെ? 9 കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് വൺ ആയിരുന്നു അസസ് ടു സർവീസ് അല്ലെ? ആ ഒരു സർവീസിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ്? ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സാങ്കേതിക കഴിവാണ്. അവിടെയുള്ള ജീവനക്കാരന് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ? നല്ല രീതിയിലുള്ള കപ്പാസിറ്റി സ്കിൽസ് എല്ലാം ഉള്ളവരായിരിക്കണം എന്നാണ് ടെക്നിക്കൽ കോമ്പീറ്റൻസിൽ പറയുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞത് ഇക്വിറ്റി. എന്താണ്? എല്ലാവർക്കും തുല്യമായിട്ട് അല്ലെ? ഒരുപോലെ എല്ലാവർക്കും നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ കൊടുക്കുക. അത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെ? അതൊരു വില്ലേജ് ആയിക്കോട്ടെ, ടൗൺ, സിറ്റി മുതലായ എല്ലാ ഭാഗങ്ങളിലും നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകുക എന്നതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ കൊടുക്കുന്ന ആ ഒരു സേവനം എത്രത്തോളം ഫലപ്രദമാണ് അല്ലെ? നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. ഡയറിയ വരുന്ന കുട്ടികൾ അല്ലെ? വയറിളക്കം വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഓറൽ റീഹൈഡ്രേഷൻ സാൾട്ട് അല്ലെങ്കിൽ ORS സൊല്യൂഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. എഫിഷ്യൻസി, കാര്യക്ഷമത എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണങ്ങൾ നൽകുക. അതെങ്ങനെയായിരിക്കണം? ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ് അല്ലെ? വളരെ കുറഞ്ഞ ചിലവില് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് അവിടുത്തെ വിഭവങ്ങളെല്ലാം വളരെ എന്താണ്? എല്ലാം നല്ല മാക്സിമം ഉപയോഗിക്കുകയും വേസ്റ്റേജ് വരുന്നത് തടയുകയും ചെയ്യുക. ദെൻ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അവിടെ തുടർച്ചയാണ്. ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഇങ്ങനെ തുടർച്ച എന്താണ്? ആ ഒരു പേഷ്യൻസിന് നമുക്ക് ആ ഒരു സ്ഥാപനത്തിന് ചിലപ്പോ എന്താണ് വരുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ എല്ലാ സൗകര്യങ്ങളും ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് പേഷ്യൻസിനെ റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല എങ്കിലോ സെയിം ആയിട്ടുള്ള സ്ഥാപനത്തിൽ തന്നെയാണ് അവർ പിന്നെയും പോകുന്നതെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സും ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാനും സാധിക്കും. ദെൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷയാണ് അല്ലെ? സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ പറഞ്ഞത്? അവിടുത്തെ ജീവനക്കാർക്കാണെങ്കിലും അവിടെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും വളരെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ? അവിടെ ഇഞ്ചുറീസ് അതിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയർ വഴി അധികം ഇഞ്ചുറീസ് വരാൻ പാടില്ല, അധികം ഇൻഫെക്ഷൻസ് വരാൻ പാടില്ല. അതുപോലെ ആ ഒരു കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ദോഷകരമായ എന്താണ് ഹാർംഫുൾ എഫക്ട്സ് അല്ലെ? ആഫ്റ്റർ എഫക്ട്സുകൾ കുറവായിരിക്കണം, മറ്റ് അപകടങ്ങൾ കുറവായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഇൻസെക്യൂർ ബ്ലഡ് നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നത് വഴി അവർക്ക് HIV, AIDS മുതലായ രോഗങ്ങൾ ഉണ്ടാവാം അല്ലെ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുരക്ഷിതമല്ലാത്ത രക്തം പേഷ്യൻസിന് നൽകാതിരിക്കുക. അതാണ് സേഫ്റ്റിക്ക് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്. അപ്പൊ ഇനി നമുക്ക് കമ്പോണൻസിൽ രണ്ടെണ്ണോടി പറയാനുള്ളൂ. ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിബന്ധങ്ങൾ അല്ലെ? ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആരൊക്കെ തമ്മിലുള്ള ഒരു വ്യക്തിബന്ധമാണ് നോക്കിയേ. ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us and our clients and communities and between health managers and their staff. അവിടെ വരുന്ന അണ്ടർലൈൻ ചെയ്തിട്ടേ. എന്താണ് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസ് അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെ തമ്മിലുള്ളതാണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ us. എന്ന് പറഞ്ഞാൽ ആരാ? ആ ഒരു സ്ഥാപനം അല്ലെ? ആ ഒരു സ്ഥാപനവും അവരുടെ ക്ലയന്റ്
ക്ലയന്റ് എന്ന് പറയുന്ന ആരായിരിക്കും? അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി, സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ആ സ്ഥാപനം, അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അത് പോരാതെ എന്താണ്? ബിറ്റ്വീൻ ഹെൽത്ത് മാനേജേഴ്സ്, ആ ഒരു സ്ഥാപനത്തിലെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വരുന്ന സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാൻ ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ റിലേഷൻ അല്ലെങ്കിൽ വ്യക്തിബന്ധം എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ആ ഒരു സ്ഥാപനമോ അവരുടെ ക്ലയന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് ആവാം. അല്ലെങ്കിലോ അവിടുത്തെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വരുന്ന ജീവനക്കാരും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പിനെയാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then we should show respect to our clients. അല്ലെ, നമ്മൾ എപ്പോഴും അവിടെ വരുന്ന ഓരോ ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസിനോടും എന്ത് ചെയ്യണം? ബഹുമാനം കാണിക്കണം, അല്ലെ. അതുപോലെ ഫീൽ ഫോർ അവർ പേഷ്യൻസ്. എന്താ? വരുന്ന പേഷ്യൻസിന്റെ അവസ്ഥ അനുസരിച്ച് അവരോട് സഹതാപം അല്ലെങ്കിൽ കമ്പയോടുകൂടിയായിരിക്കണം പെരുമാറേണ്ടത്. ആൻഡ് നോട്ട് ബി റൂഡ് ഓർ ഷൗട്ട് അറ്റ് ദം. എന്താ? അവരോട് റൂഡായിട്ട് അല്ലെങ്കിൽ പരുക്കനായിട്ട്, അല്ലെ, പരുഷമായിട്ട് സംസാരിക്കാതിരിക്കുക. അതുപോലെ ഷൗട്ട് ചെയ്യാതിരിക്കുക, ആക്രോശിക്കാതിരിക്കുക. ആൻഡ് നോട്ട് റിവീൽ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യൻസ് ടു അതർ പീപ്പിൾ. ഇനി പേഷ്യൻസ് വരുന്ന രോഗികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങള് മറ്റുള്ളവരോട് വെളിപ്പെടുത്താതെയും ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ. അവിടുത്തെ ആളുകള്, അവിടുത്തെ ജീവനക്കാര് നമ്മളോട് റെസ്പെക്റ്റോടുകൂടി പെരുമാറണം നമ്മൾ ആലോചിക്കാറില്ലേ? അല്ലെ, നമുക്ക് അതല്ലേ ആഗ്രഹം? അവരെന്താണ് നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, നല്ല റെസ്പെക്റ്റോടുകൂടി പെരുമാറണം, അല്ലെ. അത് നല്ല റെസ്പെക്റ്റോടുകൂടി പെരുമാറണം. അതുപോലെ നമ്മുടെ ആ ഒരു അവസ്ഥ എന്താണ്, ആ ഒരു അവസ്ഥ മനസ്സിലാക്കി അവരെ നമ്മളോട് എന്ത് ചെയ്യുന്നു? ഒരു അനുകമ്പയോടുകൂടി അല്ലെങ്കിൽ ഒരു സഹതാപ മനോഭാവം അവർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മളോട് പരുഷമായി പെരുമാറുന്നില്ല, നമ്മളോട് ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്രോശിച്ച് പെരുമാറാതെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. നമ്മൾ കൊടുക്കുന്ന രോഗി കൊടുക്കുന്ന ഇൻഫർമേഷൻസ്, നൽകുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നില്ല? ആരോടും മറ്റുള്ള ആരോടും വെളിപ്പെടുത്താതിരിക്കുന്ന സമയത്ത് ആ ഒരു ഹോസ്പിറ്റലിനോട് നമുക്ക് എന്താ? നല്ലൊരു വ്യക്തിബന്ധം തോന്നില്ലേ? നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ലേ? ആ ഒരു സ്ഥാപനത്തിന് നമുക്ക് ഇഷ്ടാവും, അല്ലെ. കാരണം എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങള് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ അവിടെ എന്താണ്? അങ്ങനെ ഒരു എന്താണ്? അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു സ്ഥാപനം ചെയ്യുന്നുണ്ടെങ്കിൽ this will give rise to good relations and trust between the clients of communities and us. ഇതിൽ ആ ഒരു സ്ഥാപനവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അവരോട് നല്ല ബഹുമാനത്തിൽ സംസാരിക്കുന്നു, നല്ല രീതിയിൽ പെരുമാറുന്നു, അവരോട് എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവരോട് നല്ല അനുകമ്പയോട് കൂടി അല്ലെങ്കിൽ സഹതാപ മനോഭാവത്തോടു കൂടി പെരുമാറുന്നു. ഇങ്ങനെ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും ആരോടും പുറത്ത് വെളിപ്പെടുത്തുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥാപനം ചെയ്യുന്നത് വഴി ആ ഒരു സ്ഥാപനവും അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ വരുന്ന പബ്ലിക്കും തമ്മില് നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതാണ് this will give rise to good relations and trust between, അല്ലെ. ഒരു വിശ്വാസം നമുക്ക് അവിടെ നിലനിർത്താൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്ഥാപനത്തോട് നമ്മുടെ വരുന്ന പേഷ്യൻസിനാണെങ്കിലും ആ ഒരു പബ്ലിക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കാണെങ്കിലും നല്ലൊരു വിശ്വാസവും നല്ലൊരു റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കും. And clients regard good interpersonal relations as an important feature of quality of care. നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ ഏറ്റവും സുപ്രധാന സവിശേഷതയാണ് നല്ലൊരു വ്യക്തിബന്ധം അല്ലെങ്കിൽ നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻസ്? വ്യക്തിബന്ധങ്ങളാണ്. ഈ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധമാണ്? ആരൊക്കെ തമ്മിലുള്ളത്? ആ ഒരു സ്ഥാപനവും അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയൻസ്, അവരുടെ സമൂഹം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി, അവര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം. അല്ലെങ്കിലോ അവിടുത്തെ ഹെൽത്ത് മാനേജേഴ്സും അവരുടെ കീഴിൽ വരുന്ന ജീവനക്കാർ, സ്റ്റാഫ്
സ്റ്റാഫുകളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം ഇന്റർപേഴ്സണൽ റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ആ സ്ഥാപനത്തിലേക്ക്, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ പേഷ്യൻസിനോട് അവരെങ്ങനെയായിരിക്കണം? വളരെ ബഹുമാനത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്, ഒരു ബഹുമാന രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്. അതുപോലെ പരുഷമായി പെരുമാറാൻ പാടില്ല, അവരോട് ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്രോശിച്ച് പെരുമാറാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താണ് അവരുടെ പ്രസന്റ് കണ്ടീഷൻ അതിനനുസരിച്ച് അവരോട് സഹതാപം അല്ലെങ്കിൽ അനുകമ്പ തോന്നുകയും വേണം. അതുപോലെ ആ പേഷ്യൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പുറത്താരോട് മറ്റുള്ളവർ ആരോട് വെളിപ്പെടുത്താതിരിക്കുന്നതിലൂടെ ആ ഒരു സ്ഥാപനവുമായിട്ട് ആ ക്ലയന്റിന് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു വിശ്വാസവും നല്ലൊരു റിലേഷൻഷിപ്പും അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ, നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത കൂടിയാണ് നല്ലൊരു വ്യക്തിബന്ധം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 8th one. Okay. 9th one ആണ് അമ്യൂണിറ്റീസ്. നമ്മൾ പറഞ്ഞു അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സൗകര്യങ്ങളാണ് അല്ലെ. നോക്കി, these are features that can be given by our health facilities to make life smooth and pleasant for clients. ആ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ ജീവിതം സുഗമമാക്കാനും സുഖപ്രദമാക്കാനും വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനം നൽകുന്ന ഹെൽത്ത് ഫെസിലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ സൗകര്യങ്ങളെയാണ് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അമ്യൂണിറ്റീസ് എപ്പോഴും അവർക്ക് കൊടുക്കുന്ന സേവനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങളാണ്, ഫെസിലിറ്റികളാണ് കേട്ടോ. These are features that can be given by our health facilities to make life smooth and pleasant for clients. ആ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവിതം സുഗമമാക്കാനും സുഖപ്രദമാക്കാനും വേണ്ടി നൽകുന്ന ആരോഗ്യ സൗകര്യങ്ങളെയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. And they contribute to clients' contentment and make clients ready to use our services. എന്താണ് contentment എന്ന് പറഞ്ഞാൽ? അവരുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അല്ലെങ്കിൽ സംതൃപ്തി നൽകുക എന്ന് പറയും. They contribute. അപ്പൊ ഇങ്ങനെ നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ എന്താണ്? നല്ല സൗകര്യങ്ങൾ കൊടുക്കുമ്പോ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ സൗകര്യങ്ങൾ കിട്ടുന്ന ആ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് എന്താവും? സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും അല്ലെ, അവര് സംതൃപ്തരാകും. അങ്ങനെ അവര് സംതൃപ്തരായി കഴിഞ്ഞാൽ പിന്നെയും ആ സർവീസ് ലഭിക്കാനായിട്ട് അവരെന്ത് ചെയ്യും? പിന്നെയും ആ ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ വരും അല്ലെ. നമുക്കാണെങ്കിലും അങ്ങനെയല്ലേ, നല്ല ഫെസിലിറ്റി തരുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ പിന്നെയും ആ ഒരു ഹോസ്പിറ്റൽ തന്നെയല്ലേ ചൂസ് ചെയ്യുക അല്ലെ. അത് തന്നെ അവരുടെയും. അപ്പൊ ആ വരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യണം? നല്ല സൗകര്യങ്ങൾ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, സംതൃപ്തപ്പെടുത്തുകയാണെങ്കിൽ എന്താണ്? അവര് പിന്നെയും ആ സേവനങ്ങൾ ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യും? തയ്യാറാവുകയും ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് നോക്കി, അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, കംഫർട്ടബിൾ സീറ്റ്സ്, ടെലിവിഷൻ സെറ്റ്സ്, music, educational materials, educative video films, etc. at the OPD and wards. നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ വാർഡുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിലും ഉണ്ട് അല്ലെ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഇപ്പൊ അടുത്ത് ഞാൻ ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും ആവശ്യത്തിന് TV ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? TV, അതുപോലെ തന്നെ എന്തെങ്കിലും മ്യൂസിക് ആയിട്ടുള്ള പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, എന്തെങ്കിലും ആർട്ടിക്കിൾസോ ബ്രോഷേഴ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് എന്താണ്? വായിച്ച് റീഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് നല്ല രീതിയിലുള്ള അവയർനെസ്സോ കാര്യങ്ങളോ കിട്ടാനുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താ? എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ് ഒക്കെ ചിലപ്പോ എന്താണ് TV-യിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും അങ്ങനെയുള്ള സർവീസുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ? വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ലേ? ഡോക്ടേഴ്സിനെ എന്താണ്? അതെ, പബ്ലിക് ഹെൽത്ത്, അതെ, നമ്മുടെ PhD വരെയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോ എന്താ? അങ്ങനെയുള്ള ഫെസിലിറ്റികൾ നമ്മൾ അങ്ങനെയുള്ള വാർഡിലും OPD-യിലും ഒക്കെ കൊടുക്കുന്നത് വഴി ആ ഒരു സൗകര്യം കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വരുന്ന ഓരോ പേഷ്യൻസും എന്ത് ചെയ്യുന്നു? അവര് സാറ്റിസ്ഫൈഡ് ആവും അല്ലെ. അവര് സാറ്റിസ്ഫൈഡ് ആവുമ്പോ പിന്നെയും ആ ഒരു സേവനം അവിടെ തന്നെ പിന്നെയും അവരെന്ത് ചെയ്യും? ആ ഒരു സേവനങ്ങൾക്കായിട്ട് വരാൻ അവര് തയ്യാറാകുന്നു. ക്ലിയർ ആണോ? അമ്യൂണിറ്റീസ് എന്താണെന്നുള്ളത് ഓക്കെ ആണോ? ഓക്കെ.
അപ്പൊ നമ്മുടെ ആ ഒരു 9 കമ്പോണൻസ് കംപ്ലീറ്റ് ആയ കേട്ടോ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വരുന്നത് പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി. എന്താ? ഗുണനിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. നോക്കി, the health staff, health manager, clients and communities are all stakeholders in service delivery. ആരൊക്കെയാണ്? ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയൻസ് അല്ലെങ്കിൽ ഉപഭോക്താവ്, അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹം, ഇവരെല്ലാവരും ഒരു സർവീസ് ഡെലിവറി, എന്താണ്, സേവന വിതരണങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പങ്കാളികളാണ് അല്ലെ. ഇപ്പൊ ഒരു സർവീസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ലേ ഇവരെല്ലാം അല്ലെ. ഒരു ഹെൽത്ത്, ഒരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം. ഒരു ഹെൽത്ത് മാനേജർ ആണെങ്കിലും, ഒരു ഹെൽത്ത് സ്റ്റാഫ് ആണെങ്കിലും, ഒരു ക്ലയന്റ് അല്ലെ, ക്ലയന്റിനാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അവരും ഈ ഒരു സർവീസ് വിതരണം അല്ലെങ്കിൽ ഒരു സേവന വിതരണത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ പങ്കാളികളാണ്. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് മേ ഹോപ്പ് ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ഹെൽത്ത് സർവീസസ്. ഓരോ ഹെൽത്ത് സർവീസും നമ്മൾ കൊടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്, ഈ ഗ്രൂപ്പുകൾ, ഒരു ഹെൽത്ത് സ്റ്റാഫ് ആവാം, ഹെൽത്ത് മാനേജർ ആവാം, അല്ലെങ്കിൽ ക്ലയന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒക്കെ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റ് എന്താണ് ഒരു ഹെൽത്ത് സർവീസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസിൽ നിന്ന് പേഷ്യൻസിന്റെ കാഴ്ചപ്പാട് എന്താണ്? നല്ലൊരു സർവീസിനെ കുറിച്ചുള്ള പേഷ്യൻസിന്റെ കാഴ്ചപ്പാടായിരിക്കില്ല മറ്റൊരു ഹെൽത്ത് സ്റ്റാഫിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അല്ലെ. വ്യത്യസ്തമായിരിക്കും അല്ലെ. അപ്പൊ പേഷ്യൻസിന് ചിലപ്പോ എന്താ, അവർക്ക് നല്ലൊരു കെയർ കിട്ടണം, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടണം, അങ്ങനെയായിരിക്കും അവർക്ക് ആ ഒരു സർവീസിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെ. അതേസമയം സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവിടെ ജീവനക്കാരാണ്, അവർ ആ ഒരു എന്താണ് സർവീസ് കൊടുക്കേണ്ട ആളുകളാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാട് അതിനും വ്യത്യാസമായിരിക്കില്ലേ. ഒരു പേഷ്യന്റിനെ പോലെയുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കില്ലേ ആ ഒരു സർവീസിനെ കുറിച്ചുള്ളത് അല്ലെ. വ്യത്യസ്തമായിരിക്കും. ആ ഒരു 3 വിഭാഗത്തിന്റെയും പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ഗുണനിലവാരത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോ കമ്പോണൻസ് പഠിച്ച പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ആരാണ് പറയുന്നത്? പേഷ്യന്റ് ഒരു ക്ലയന്റ്. അവിടെ വരുന്ന പേഷ്യൻസ് രോഗികൾ അല്ലെങ്കിൽ ക്ലയൻസ് അല്ലെ, ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നോക്കി അവരുടെ കാഴ്ചപ്പാട്. The research done in different parts of the country reveals that our patients or clients require services that are delivered on time by friendly and respectful staff and are safe, generate positive results, and that they can afford, provide them with sufficient information about their condition and treatment, provide them with all the drugs they require, give privacy, are within their reach, that is distance, and given in a language they can understand. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ കാഴ്ചപ്പാടാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയപ്പോ എന്താണ്? The research done in different parts of the country reveals that. എന്താ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങൾ വഴി നമുക്ക് എന്താണ് വെളിപ്പെടുന്നത്? അവർ പേഷ്യൻസ് അല്ലെങ്കിൽ ക്ലയൻസ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു സർവീസിന് വേണ്ടി വരുന്ന ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് ഏതൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സർവീസുകളാണ് അവർക്ക് ആവശ്യമായി വരുന്നത് നോക്കിയേ. ദ സർവീസസ് ആർ ഡെലിവേർഡ് ഓൺ ടൈം. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്, നമ്മളൊരു പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ നമ്മളൊരു ക്ലയന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ആ ഒരു സർവീസ് വഴി നമ്മൾ എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്നത് അല്ലെ, നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമായി വരുന്നത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നേ. നോക്കി, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സർവീസ് വേണം. നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെയാ, നമുക്ക് ആ ഒരു സർവീസ് ഡെലിവേർഡ് ഓൺ ടൈം അല്ലെ, കൃത്യസമയത്ത് നമുക്ക് ആ ഒരു സർവീസ് തരണം അല്ലെ. ഒരുപാട് നമ്മൾ അവിടെ എന്താണ് ടൈമിൽ ആകെ ഇതെന്നാ നമുക്ക് ഇഷ്ടപ്പെടോ? ഇല്ല. നമ്മളെപ്പോഴും ആ ഒരു സർവീസിന് വേണ്ടി പോകുന്നത് കൃത്യസമയത്ത് നമുക്ക് സർവീസ് തരണമെന്ന് നമ്മൾ വിചാരിക്കാറില്ലേ? ഇല്ലേ? നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോ അങ്ങനെയല്ലേ, ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ. അതുപോലെ തന്നെ ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് ആയിരിക്കണം. നമ്മളോട് എങ്ങനെയായിരിക്കണം? വളരെ സൗഹൃദപരമായിട്ടും മാന്യമായിട്ടും അവിടുത്തെ ജീവനക്കാര് പെരുമാറണം അല്ലെ. അതാ സേഫ്, വളരെ സുരക്ഷിതമായിട്ടൊരു അന്തരീക്ഷമായിരിക്കണം തരയുന്നത്. ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, അവിടെ നിന്ന് ലഭിക്കുന്ന കെയർ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലമായിരിക്കണം കിട്ടേണ്ടത്.
that they can afford. അതുപോലെ തരുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയറുകള് വരുന്ന പേഷ്യൻസിന് എന്താവണം, താങ്ങാൻ സാധിക്കണം, അല്ലെ, താങ്ങാവുന്നതായിരിക്കണം. And provide them with sufficient information about their condition and treatment. അവരുടെ നിലവിൽ എന്താണ് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ, അവരുടെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണ്, അതിനെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, അതിനെ കുറിച്ച് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് നൽകണം, അല്ലെ. And provide them with all the drugs they require. അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കണം. And give privacy. അവർക്ക് എന്ത് ചെയ്യാ, സ്വകാര്യത നൽകുക. And within their reach. കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് എന്താ, അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഇടത്തായിരിക്കണം, അല്ലെ. ദൂരം എന്ന് പറയുന്നത് അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിലായിരിക്കണം ഈ സർവീസ് കൊടുക്കേണ്ടത്. And given in a language they can understand. അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലുമായിരിക്കണം അവരോട് എന്ത് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻസ് നടത്തേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ അവർ ആ ഒരു സർവീസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ. നമ്മളാണെങ്കിലും ഒരു പേഷ്യന്റ് ആയിട്ട് ചെല്ലുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നേ, അല്ലെ. നിങ്ങൾ ആരെയും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലേ, വെറുതെ പോവാണോ, ഇങ്ങനെയൊന്നും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാ പറയുന്നത്. കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാവുന്ന കാര്യമുള്ളൂ, അല്ലെ. ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്താണോ ആ സർവീസിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സർവീസിനെ കുറിച്ചുള്ള ആ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ റിസർച്ചുകൾ പ്രകാരം പല ഭാഗത്തും, രാജ്യത്തിന്റെ പല ഭാഗത്തെയും റിസർച്ചുകളിലും ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. പേഷ്യൻസ് എന്ത് ചെയ്യണം, പേഷ്യൻസിന് എപ്പോഴും അവർ ആവശ്യപ്പെടുന്ന സർവീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള സർവീസ് ആയിരിക്കണം, കൃത്യസമയത്ത് അവർക്ക് അത് വിതരണം ചെയ്യുന്ന ഒരു സർവീസ് ആയിരിക്കണം. അതുപോലെ അവിടെയുള്ള ജീവനക്കാര് വളരെ ബഹുമാനത്തോടുകൂടിയും വളരെ മാന്യമായിട്ടും സൗഹൃദപരമായിട്ടും പെരുമാറുന്നവരായിരിക്കണം. അതുപോലെ നല്ല സുരക്ഷിതമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. ഈ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കെയർ വഴി അവർക്ക് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കണം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം അവർക്ക് ലഭിക്കണം. അവർക്ക് ഈ പറയുന്ന സർവീസുകളെല്ലാം അവർക്ക് താങ്ങാവുന്നതായിരിക്കണം. അതുപോലെ അവർക്ക് എന്താണോ അവരുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണ്, നിലവിൽ അവരുടെ അവസ്ഥ എന്താണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള മതിയായ ഇൻഫർമേഷൻസ് അവർക്ക് നൽകണം. അതുപോലെ അവർക്ക് ആവശ്യമായ മരുന്നുകൾ കൊടുക്കണം, അവർക്ക് സ്വകാര്യത നൽകണം. അതുപോലെ ആ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഒത്തിരി ദൂരത്താവരുത്, അല്ലെ, അവർക്ക് എത്താൻ പറ്റുന്ന ഒരു ദൂരത്തായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലുമായിരിക്കണം ഈ ഒരു സർവീസ് നൽകേണ്ടത്. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. മിസ്സിന് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, then second point നോക്കിയേ, the health staff or health provider എന്നാക്കാം കേട്ടോ. the health staff or health provider അവര് എന്താണ് ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സർവീസിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ്? ഇവർ അവിടുത്തെ ജീവനക്കാരാണ്, ഇവരാണ് നല്ലൊരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ നോക്കി അവരുടെ എന്തായിരിക്കും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാല്, the health provider can provide quality care if he or she has sufficient knowledge and skills, adequate resources, staff, drugs, supplies, equipment and transport, etc., safe and clean workplace, and opportunity to frequently improve himself or herself, is well paid and rewarded for good work. ഇനി എന്താണ് ഒരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് പറയുന്ന കാര്യം? അത് ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ can provide quality care if he or she has എന്താ ഒരു ഹെൽത്ത് പ്രൊവൈഡറിന് എന്താ നല്ല ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം നൽകാനായിട്ട് സാധിക്കും, അല്ലെ. ഇവരാണ് ആ പരിചരണം അല്ലെങ്കിൽ ആ ഒരു നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന ആളുകളാണ് ഇവര്. അപ്പൊ അവർക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് ഉറപ്പായിട്ടും ഈ പറയുന്ന ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫിന് അവർക്ക് നൽകാൻ പറ്റും. അത് എങ്ങനെയാണെങ്കിലാണ് അവർക്ക് നൽകാൻ പറ്റുന്നത്? സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽസ് ആ കൊടുക്കുന്ന ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത്
പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് വളരെ മികച്ച നോളജ്, അറിവും എന്താണ് സ്കില്ല്, വൈദഗ്ധ്യം ഉള്ളവരായിരിക്കണം. എന്നാലല്ലേ നല്ലൊരു സർവീസ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആഡിക്വേറ്റ് റിസോഴ്സസ്, മതിയായ വിഭവങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ സർവീസ് കൊടുക്കാൻ ആവശ്യമായ മതിയായ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കണം. മതിയായ സ്റ്റാഫ് വേണം, വേണ്ടേ? മതിയായ ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ ആവശ്യമാണ്. സപ്ലൈസ് അല്ലെ, മറ്റ് സാധനങ്ങള്, ഉപകരണങ്ങള്, അതുപോലെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികള് മുതലായ എല്ലാ റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളും അവിടെ ആവശ്യത്തിനുണ്ടായിരിക്കണം. സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, വളരെ സുരക്ഷിതവും അതുപോലെ വൃത്തിയുള്ളതുമായിട്ടുള്ളൊരു ജോലി സ്ഥലമായിരിക്കണം അവർക്ക് വേണ്ടത്, അല്ലെ? ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. ഇനി അവർക്ക് സ്വയം അല്ലെ, അവർക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരം നൽകുക. എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ നോളജ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ. ഇപ്പൊ വർക്ക്ഷോപ്പുകള്, ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ നടത്തുക. അതുപോലെ അവർക്ക് എന്താ ഇൻ സർവീസ് പ്രോഗ്രാമുകൾ, മറ്റു രീതിയിലുള്ള അവരുടേതായ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കുക, അങ്ങനെ സ്വയം അവർക്ക് മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുക. is well paid and rewarded for good work. നല്ല രീതിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല പ്രതിഫലവും കൊടുക്കുക. അതുപോലെ റിവാർഡ്, എന്താണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ? പാരിതോഷികങ്ങളും നൽകുക. പ്രതിഫലത്തിന് എന്താണ് പുറമെ ഒരു പാരിതോഷികം അല്ലെങ്കിൽ റിവാർഡുകൾ നൽകുക. അപ്പൊ അവരെന്താണ് നല്ല ജോലികൾ ചെയ്തു, നല്ല മികച്ച രീതിയിൽ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് ഓൾറെഡി അവർക്ക് ആവശ്യമായിട്ടുള്ള ജോലി ചെയ്യുന്നതിന്റെ പണം നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ, പ്രതിഫലം കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അവർക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള റിവാർഡ്സ്, പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുന്നത് വഴി അവർ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം അതിനും ബെറ്ററായിട്ട് എന്ത് ചെയ്യും? മികച്ചതായിട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കും, അല്ലെ? ഒരു ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ അവർക്ക് കൊടുക്കണമെങ്കിൽ, നല്ലൊരു ക്വാളിറ്റി സർവീസ് അവർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെ? കൊടുക്കാൻ പറ്റുമെങ്കിൽ പോലും അതെങ്ങനെയാണെങ്കിലാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, അവിടുത്തെ ആ ഓരോ ജീവനക്കാരും മതിയായ അറിവും വൈവിധ്യമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള മതിയായ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ ഉണ്ടായിരിക്കണം. മതിയായ ജീവനക്കാരുണ്ടായിരിക്കണം, മതിയായ മരുന്നുകൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ഉണ്ടായിരിക്കണം, ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികള് മുതലായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവർക്ക് എന്താണ് സ്വയം മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ നൽകുകയും അവർ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് കൃത്യമായ എന്താണ് റിവാർഡുകള്, അതുപോലെ തന്നെ പെയ്ഡ് അല്ലെ പ്രതിഫലം നൽകുകയും പാരിതോഷികങ്ങളും നൽകുന്നതിലൂടെ അവർക്ക് നല്ലൊരു സർവീസ്, ക്വാളിറ്റിയിലുള്ള ഒരു നല്ല സർവീസ് ആളുകളിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ? ദ ഹെൽത്ത് സ്റ്റാഫ് ഓർ ഹെൽത്ത് പ്രൊവൈഡർ ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നോക്കാം, ദ ഹെൽത്ത് കെയർ മാനേജർ. ലാസ്റ്റ് വൺ ആണ് കേട്ടോ. 3 പേരുടെ കാര്യം നമുക്ക് പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് ദ ഹെൽത്ത് കെയർ മാനേജർ. ദ ഹെൽത്ത് കെയർ മാനേജർ കൺസിഡേഴ്സ് ക്വാളിറ്റി കെയർ ആസ്. ഇനി ഹെൽത്ത് കെയർ മാനേജർ ഒരു ഗുണനിലവാരമുള്ള പരിചരണം എന്ന് പറയുന്നത് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ദ മാനേജിംഗ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി ആൻഡ് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്. Health staff being frequently supported and supervised and having ample and competent staff to provide care. Staff being disciplined, providing necessary resources for work. ഇനി ഒരു ഹെൽത്ത് കെയർ മാനേജറുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പൊ അവരൊരു ഹെൽത്ത് കെയർ മാനേജർ ആയിട്ടിരിക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നത് അവരെങ്ങനെയാണ് കണക്കാക്കുന്നത്? ഫസ്റ്റ് വൺ പറഞ്ഞിരുന്ന മാനേജിംഗ് എഫിഷ്യന്റ്ലി ദ റിസോഴ്സസ് ഓഫ് ദ ഹെൽത്ത് ഫെസിലിറ്റി. ആ ഒരു ആരോഗ്യ സ്ഥാപനത്തിലെ വിഭവങ്ങൾ അല്ലെ, റിസോഴ്സുകള് കൃത്യമായിട്ട് അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. രണ്ടാമതായിട്ട് ഹെൽത്ത് സ്റ്റാഫ് അറ്റൈനിങ് സെറ്റ് ടാർഗറ്റ്സ്. അവിടെയുള്ള ഹെൽത്ത് സ്റ്റാഫുകൾക്ക്, ആരോഗ്യ ജീവനക്കാർക്ക് കൊടുത്തിരിക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ടാർഗറ്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായി അവർ നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ആൻഡ് ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഫ്രീക്വന്റ്ലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസ്ഡ്. അതുപോലെ ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫുകൾക്ക് എന്താ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആവശ്യമായ
സപ്പോർട്ടുകൾ ആരും നൽകേണ്ടത് ഈ ഹെൽത്ത് കെയർ മാനേജർ ആണ്. സപ്പോർട്ടുകൾ നൽകുക, അതുപോലെ അവരെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, മതിയായതും അതുപോലെ നല്ല കഴിവുള്ളതും മതിയായ സ്റ്റാഫുകളെ അവിടെ എന്ത് ചെയ്യുക, നല്ല പരിചരണം കൊടുക്കാനായിട്ട് അവിടെ എന്ത് ചെയ്യുക, സ്ഥാപിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നിയമിക്കുക. Then staff being disciplined, വളരെ അച്ചടക്കത്തോടു കൂടി ഓരോ ജീവനക്കാരെയും അവിടെ നിലനിർത്തുക. And providing necessary resources for work, വർക്കലിൽ ജോലിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ആവശ്യമായി വരികയാണെങ്കിൽ അത് നൽകുകയും ചെയ്യുക എന്നതാണ് ഒരു ഹെൽത്ത് കെയർ മാനേജറുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഒരു ഹെൽത്ത് കെയർ മാനേജർ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ക്വാളിറ്റി കെയർ എന്നതുകൊണ്ട് അവര് കണക്കാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്താ പറഞ്ഞത്, നമ്മള് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതിനാവശ്യമായ റിസോഴ്സുകളെ, വിഭവങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുക. രണ്ടാമതായി പറയുന്നത് അവിടുത്തെ ഹെൽത്ത് സ്റ്റാഫുകൾക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും അവർ കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുക, പരിശോധനകൾ നടത്തുക. ആ ഹെൽത്ത് സ്റ്റാഫ് ബീങ് ഫ്രീക്വൻലി സപ്പോർട്ടഡ് ആൻഡ് സൂപ്പർവൈസർ, ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് സ്റ്റാഫുകൾക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുക, അവരെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ആൻഡ് ഹാവിംഗ് ആംബിൾ ആൻഡ് കോമ്പിറ്റന്റ് സ്റ്റാഫ് ടു പ്രൊവൈഡ് കെയർ, നല്ല രോഗി പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മതിയായ കഴിവുള്ള ജീവനക്കാരെ നിയമിക്കുക. ആൻഡ് സ്റ്റാഫ് ബീങ് ഡിസിപ്ലിൻഡ്, ജീവനക്കാരെ എല്ലാവരെയും നല്ല അച്ചടക്കത്തോടെ അവിടെ നിലനിർത്തുക. ആൻഡ് പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ് ഫോർ വർക്ക്, ജോലിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണോ ആവശ്യമായി വരുന്നത് അതെല്ലാം നൽകുകയും ചെയ്യുക. ക്ലിയർ ആണോ? ഹെൽത്ത് കെയർ മാനേജർ ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു പെർസ്പെക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയും കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. നോക്കിയേ, നിങ്ങൾ നാബ് പഠിച്ചതല്ലേ അല്ലെ? നാബ് പഠിച്ചതല്ലേ? പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നോക്കിയേ, അക്രഡിറ്റേഷൻ, അക്രഡിറ്റേഷനുമായി എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? എന്താ നാബ് പഠിച്ചതല്ലേ? അപ്പൊ എന്താണ് ഒരു അക്രഡിറ്റേഷൻ? എന്താണ് ഒരു അക്രഡിറ്റേഷൻ? എന്താണ് എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാല്? ഒരു അംഗീകാരം അല്ലെ, ഒരു ഔദ്യോഗിക അംഗീകാരമാണ് അല്ലെ. നമ്മൾ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിന് നൽകുന്ന ഒരു ഔദ്യോഗിക അംഗീകാരമാണ് എന്ത് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ആ ഒരു അംഗീകാരം കിട്ടുന്ന ആ ഒരു പ്രവൃത്തിയെയാണ് അക്രഡിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ അത് എങ്ങനെയാണ് അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുക? വെറുതെ ഒന്നും കിട്ടുമോ? അത് കിട്ടുമോ? അക്രഡിറ്റേഷൻ വെറുതെ കിട്ടുമോ? ഇല്ല അല്ലെ. അതിനനുസരിച്ച് സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും അല്ലെ. അവര് നല്ല രീതിയിൽ ആ മാനദണ്ഡങ്ങള്, കൊടുക്കുന്ന മാനദണ്ഡങ്ങള് കൃത്യമായിട്ട് അവര് നിറവേറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ ലഭിക്കുകയുള്ളൂ അല്ലെ. അവരുടെ പെർഫോമൻസ്, അതെ ഇവർക്ക് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടന നിലവാരത്തിനനുസരിച്ചാണ് അവർക്ക് അക്രഡിറ്റേഷൻ നൽകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് 2 ഓർഗനൈസേഷൻ ആണ് ആദ്യം ഇതിൽ പഠിക്കാനുള്ളത്. ഒരെണ്ണം ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് JCI എന്ന് പറയും. രണ്ടാമത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ നാബ് കേട്ടോ. 2 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. JCI കുറച്ചേ ഉള്ളൂ, നാബ് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാനുള്ളത്. നിങ്ങളുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലായിരുന്നോ? ഒരു 32 എണ്ണം. ആ ഒരു 32 എണ്ണത്തിന്റെയും ഫോർമുലാസ് ഉൾപ്പെടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നാബിന്റെ. ബാക്കി JCI എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടായിട്ട് ഭയങ്കര
കുറിച്ച് പഠിക്കാനുള്ളൂ കേട്ടോ. ആ ഒരു 2 ഓർഗനൈസേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻട്രഡക്ഷൻ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ, അത് ആ ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അംഗീകാരം നൽകുക എന്ന് പറയുന്നത് ആ ഒരു അക്രഡിറ്റേഷൻ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ആൻ എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ഥാപനമാണ് അല്ലെ. നാബ് ആയിക്കോട്ടെ, JC ആയിക്കോട്ടെ, ഇതൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനമല്ലേ ആണ് അല്ലെ. സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, നോർമലി നോൺ ഗവൺമെന്റൽ. എന്താ, ഒരു നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സ്ഥാപനത്തെയാണ് അക്രഡിറ്റേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ ഏജൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും അക്രഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്, അതൊരു സ്ഥാപനത്തിൽ നൽകുന്ന ഔദ്യോഗിക അംഗീകാരമാണ് അല്ലെ. അപ്പൊ അത് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവര് നിറവേറ്റുകയും വേണം. അപ്പൊ അവരുടെ ആ ഒരു പെർഫോമൻസിന്റെ ആ ഒരു നിലവാരം അനുസരിച്ച്, ആ ഒരു പ്രകടന നിലവാരം അനുസരിച്ചാണ് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു 3 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് നോക്കിയേ, അസിസ്റ്റ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ടു ഡിസൈഡ് ഇഫ് ഇറ്റ് മീറ്റ്സ് എ സെറ്റ് ഓഫ് നീഡ്സ്, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ്സ്, plan to improve the safety and quality of care. എന്താ, ഒരു അക്രഡിറ്റേഷൻ നൽകുക എന്ന് പറയുന്നത് എപ്പോഴും വെറുതെ നമുക്ക് അക്രഡിറ്റേഷൻ നൽകാൻ പറ്റില്ല അല്ലെ. നമ്മൾ പറഞ്ഞു ഓൾറെഡി സ്റ്റാൻഡേർഡുകൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അത് എന്തിനു വേണ്ടിയാണ് അവർ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത്? അവരുടെ സേഫ്റ്റി, ആ ഒരു സ്ഥാപനത്തിന്റെ സുരക്ഷ അല്ലെ, പേഷ്യൻസുമായി ബന്ധപ്പെട്ട പരിചരണത്തിനുള്ള സുരക്ഷയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കൊടുക്കുന്നത് അല്ലെ. നമുക്ക് ആ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ കൊടുക്കുമ്പോൾ, ആ ഒരു സ്ഥാപനം കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സ് അല്ലെ, ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങള് കൃത്യമായിട്ട് ആ സ്ഥാപനം നിറവേറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? തീരുമാനിക്കണം അല്ലെ. ഡിസൈഡ് ചെയ്യണം, തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? ഈ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സ്ഥാപനം ആ പറയുന്ന ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം, വിലയിരുത്തുന്നതിലൂടെയാണ് അല്ലെ. ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടണം. ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ, പരിചരണത്തിന്റെ സുരക്ഷ അല്ലെ, സേഫ്റ്റിയും അവിടുത്തെ പരിചരണത്തിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങള്, ആ ഒരു കൂട്ടം മാനദണ്ഡങ്ങള് ഇത് കൃത്യമായിട്ട് നിറവേറ്റുന്നുണ്ടോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഏജൻസി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ടി വരും? വിലയിരുത്തണം അല്ലെ, അസസ് ചെയ്യണം. വിലയിരുത്തി പരിശോധനകൾ നടത്തി അവർ കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. Then second point നോക്കിയേ, accreditation is usually voluntary. എന്താ, ഈ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയ എപ്പോഴും എങ്ങനെയാ? സ്വമേധയാ നടക്കുന്ന ഒരു പ്രോസസ് ആണ്. സ്വമേധയാണ്, അല്ലാതെ ഒരാളുടെയും റെക്കമെൻഡേഷനിലോ പ്രേരണയിലോ ഒന്നും കിട്ടുന്ന ഒരു കാര്യമല്ല അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. അവര് കൊടുക്കുന്ന മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇവർ പാലിക്കുന്നുണ്ടെങ്കിൽ ആ ഏതൊരു സ്ഥാപനത്തിലും എന്ത് കിട്ടും? അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടും. അല്ലാതെ ഒരിക്കലും അതൊരു സ്വമേധയുള്ള പ്രോസസ്സാണ്, വോളണ്ടറി ആണ്, സ്വമേധയുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഒരാളുടെയും റെക്കമെൻഡേഷനിലോ പ്രേരണയിലോ കിട്ടുന്ന ഒരു കാര്യമല്ല. Then last നോക്കിയേ, it has gained worldwide attention as an effective quality assessment and management tool. ഇനി എന്താ, ഇതിനൊരു വേൾഡ് വൈഡ് അല്ലെ, ഈ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ക്വാളിറ്റി അസസ്മെന്റ് അല്ലെങ്കിൽ ഫലപ്രദമായ ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ഒരു മാനേജ്മെന്റ് ടൂൾ എന്ന നിലയിലും ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വേൾഡ് വൈഡ് അറ്റൻഷൻ അല്ലെങ്കിൽ ലോകമെമ്പാടും ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് പ്രശസ്തി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ആ ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്നില്ലേ?
ഇല്ലേ? അതുകൊണ്ട് തന്നെ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് അവരുടെ ആ ഒരു നല്ല ഫലപ്രദമായ ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം അത് കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെ? അങ്ങനെ ഒരു പരിചരണം കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്ന് പറയുന്നത് ലോകമെമ്പാടും ശ്രദ്ധ നേടുന്ന ഒരു കാര്യമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത് അത്രയും മികച്ചതായതുകൊണ്ടാണ് അവരത് നൽകുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു റെപ്യൂട്ടേഷണൽ പ്രശസ്തി അതുവഴി ഉയർത്താനും ലോകമെമ്പാടും ഈ അക്രഡിറ്റേഷൻ വഴി ആ ഒരു സ്ഥാപനം എന്താണ് ശ്രദ്ധ നേടാനും ഈ ഒരു പ്രോസസ്സ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ആ ഒരു 3 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണെങ്കിൽ അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അല്ലെ? പ്രയോജനങ്ങൾ ഉണ്ടാവും, അല്ലെ? എന്തൊക്കെയാണ് പ്രയോജനങ്ങള്? ഫസ്റ്റ് വൺ ആണ് ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്. എന്താ? പൊതുവിശ്വാസം മെച്ചപ്പെടുത്തുക, അല്ലെ? നമുക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി എന്നൊരു കാര്യം നമ്മൾ അറിഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ആ ഒരു വിശ്വാസം എങ്ങനെയായിരിക്കും? കൂടും, ഇല്ലേ? എന്തുകൊണ്ടാണ് കൂടുന്നത്? അങ്ങനെ ഒരു ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വാസം കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും? കൂടില്ല. എന്താണ് ഒരു റെസ്പോണ്ട് ചെയ്യാത്തെ? നല്ല രീതിയിലുള്ള പരിചരണം അവർ കൊടുക്കുമെന്ന് നമുക്കറിയാം, അല്ലെ? നല്ല രീതിയിലുള്ള ഒരു കെയർ, നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കെയർ, നല്ല ഗുണനിലവാരമുള്ള സർവീസ് മുതലായവ അവർ കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് അക്രഡിറ്റേഷൻ കിട്ടിയത്, അല്ലെ? അത് നമുക്കറിയാം, അല്ലെ? അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കണമെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന നിലയിൽ ആ ഒരു സ്ഥാപനത്തിനുള്ള ഒരു വിശ്വാസം പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യും? വർദ്ധിക്കും, അല്ലെ? പൊതുജനങ്ങളുടെ ഇടയിൽ ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ആ ഒരു പൊതുവിശ്വാസം നമുക്ക് ഈ അക്രഡിറ്റേഷൻ വഴി മെച്ചപ്പെടുത്താൻ സാധിക്കും. സെക്കൻഡ് വൺ എന്താ? പ്രൊവൈഡ് സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്. വളരെ സുരക്ഷിതവും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു തൊഴിലന്തരീക്ഷം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആ ഒരു അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് പേഷ്യൻസിന്റെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം, അല്ലെ? പേഷ്യൻസിനെ മാത്രമല്ല അവിടെയുള്ള ജീവനക്കാരുടെയും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആ ഒരു അക്രഡിറ്റേഷന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എപ്പോഴും നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവർ ആ ഒരു സുരക്ഷ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും വളരെ സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ളതും അതുപോലെ കാര്യക്ഷമമായ ഒരു തൊഴിൽ അന്തരീക്ഷം നമുക്ക് ഇതുവഴി പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. അവിടെ സ്റ്റാഫുകൾക്ക് മാത്രമല്ല ഇവിടെ വരുന്ന പേഷ്യൻസിനാണെങ്കിൽ ഇതുപോലെയുള്ളൊരു സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നമുക്ക് ഇങ്ങനെയൊക്കെ സ്റ്റാൻഡേർഡ്സ് നിലനിർത്തുന്നതിലൂടെ നമുക്ക് സാധിക്കും. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. തേർഡ് പോയിന്റ് നോക്കി, നെഗോഷിയേറ്റ് വിത്ത് സോഴ്സ് ഓഫ് പേയ്മെന്റ്. ഇനി എന്താ? പേയ്മെന്റ് സ്രോതസ്സുകളുമായി ചർച്ചകൾ നടത്താം. എന്താണ് അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിന്റെ ഉദ്ദേശം? ഇപ്പൊ നമ്മളൊരു നോർമൽ ഹോസ്പിറ്റല് അതുപോലെ ഒരു അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലും തമ്മിൽ കമ്പയർ ചെയ്താല് അതിൽ ഏറ്റവും ഇച്ചിരി മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് അക്രഡിറ്റേഷൻ കിട്ടിയ ഹോസ്പിറ്റൽ ആയിരിക്കും, അല്ലെ? റെപ്യൂട്ടേഷൻ ആണെങ്കിലും ഒരു പബ്ലിക് ഇമേജ് ആണെങ്കിലും ഒക്കെ ഉയർന്നിരിക്കുന്നത് ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനത്തിനാണ്. അപ്പൊ അവര് ചർച്ചകൾ നടത്തുമ്പോഴും, അല്ലെ, ഇവരുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ഈ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് നേട്ടം ഉണ്ടാക്കുന്ന, ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ, അല്ലെ? അപ്പൊ ഒരു സാധാ ഹോസ്പിറ്റലിൽ ഒരു ചർച്ച നടത്തുന്നത് പോലെയല്ല ഇവര് ചെയ്യുമ്പോ. കാരണം എന്താ? ഇവർക്ക് പറയാനായിട്ട് കുറച്ചൊരു പ്രശസ്തി കൂടുതലാണ്, അല്ലെ? അവരുടെ കയ്യിൽ അക്രഡിറ്റേഷൻ കിട്ടിയ ആ ഒരു അംഗീകാരമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്താനും നല്ല രീതിയിലുള്ള കരാറുകളിൽ ഏർപ്പെടാനും ഇവർക്ക് സാധിക്കുന്നു. ക്ലിയർ ആണോ? തേർഡ് വൺ ഓക്കെ ആണോ? ഓക്കെ.
Then next നോക്കിയേ, listen to patients and their families, respect their rights and involve them in the care process as partners. ഇനി എന്താണ്, അവിടെ വരുന്ന പേഷ്യൻസിനോടാണെങ്കിലും അവരുടെ ഫാമിലിയോടാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുക, ശരിയായ രീതിയിലുള്ള ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ എല്ലാ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാ രീതിയിലുമുള്ള മാനദണ്ഡങ്ങളുണ്ട്. പേഷ്യൻസിന്റെ സേഫ്റ്റി ഉണ്ട്, പേഷ്യൻസിന്റെയും ഫാമിലിയുടെയും റൈറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പേഷ്യൻസിന്റെയും ഫാമിലിയുടെ ഒക്കെ റൈറ്റ്സ് മുതലായ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട് സ്റ്റാൻഡേർഡ്സിൽ. അപ്പൊ അതങ്ങനെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനെയും ഫാമിലിയെയും ശരിയായ രീതിയിൽ ശ്രദ്ധിക്കും അല്ലെ. ശ്രദ്ധ അവർക്ക് നല്ല രീതിയിലുള്ള ശ്രദ്ധ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടും. അതുപോലെ റെസ്പെക്ട് ദിയർ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്ന സ്ഥാപനമായിരിക്കും. ആൻഡ് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ഓഫ് പാർട്ണേഴ്സ്. ഇനി പരിചരണ പ്രക്രിയയിൽ ചിലപ്പോ അവരെ പങ്കാളികളാക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു സർവീസ് കൊടുക്കണമെങ്കിൽ ചില പേഷ്യൻസിന് അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത ആളുകൾ നിന്നാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സർവീസ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ കുട്ടികളുടെ കേസ് ആണെങ്കിലും അല്ലെ, അവർക്ക് എങ്ങനെയാണ്, അവരുടെ അമ്മമാരാണ് നമ്മൾ കൂടുതലും അവരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മുടെ കുട്ടികളാണ് നമ്മൾ അവിടെ എന്താണ് അഡ്മിറ്റ് ആയി കിടക്കുന്നതെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യമുള്ള പരിചരണം കൊടുക്കാൻ കഴിവുള്ളവരാരായിരിക്കും, അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തുള്ള അമ്മ തന്നെയായിരിക്കും അല്ലെ. അമ്മ ഇല്ലെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്തുള്ള ആരാണോ, ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആരാണോ അവരെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിചരണങ്ങൾ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ ആവശ്യകതകൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ അവർക്ക് അടുത്ത ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ ആരാണോ അവരെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആ ഒരു പരിചരണ പ്രക്രിയയിൽ പങ്കാളികളാക്കിക്കൊണ്ട് നല്ലൊരു സർവീസ് കൊടുക്കാനും ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ നല്ല സർവീസ്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് കൊടുക്കുക എന്നതാണ് അവിടെ അല്ലെ. അപ്പൊ അതിന് ഏതൊരു മാർഗവും നമുക്ക് സ്വീകരിക്കാം. നെക്സ്റ്റ് പറയുന്നത് ജനറേറ്റീവ് കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. ഇനി എന്താ, പഠന വിധേയമാകുന്നതിന് വേണ്ടി ഒരു നല്ലൊരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചില്ലേ, ഓപ്പൺ ഡേ ഹൗസ് മറന്നുപോയോ? ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചിരുന്നില്ലേ? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാതിരിക്കുന്നേ, ഉറങ്ങാണോ എല്ലാരും? ഓപ്പൺ ഡേ ഹൗസ് പഠിച്ചില്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഞാനല്ലേ പഠിപ്പിച്ച ഓപ്പൺ ഡേ ഹൗസ്? പബ്ലിക് റിലേഷൻസ് ചാപ്റ്റർ എടുത്തില്ലേ? എന്തായിരുന്നു ഒരു ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറഞ്ഞ? എന്തായിരുന്നു ഒരു ഓപ്പൺ ഡേ ഹൗസിന്റെ ആവശ്യകത? എന്താണ്, എന്തിനു വേണ്ടിയാ? നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കൂടാതെ നമുക്ക് അങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അവിടുത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെ, ആ ഒരു ഹോസ്പിറ്റൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക്കിന് ആ ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാനും മനസ്സിലാക്കാനും പഠന വിധേയമാക്കാനും നമുക്ക് ഈ ഒരു ഓപ്പൺ ഹൗസ് പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ സാധിക്കുന്നുണ്ടെന്നല്ലേ നമ്മൾ പഠിച്ചത്? ആണോ? റെസ്പോണ്ട് ചെയ്യ്, ആണോ? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കൊടുത്ത ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം എപ്പോഴും എങ്ങനെയാണ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ പ്രവർത്തനങ്ങള് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പഠന വിധേയമാക്കാൻ വേണ്ടി ഇതുപോലെ ഓപ്പൺ ഡേ ഹൗസുകൾ പോലെയുള്ള ഒരു തുറന്ന സംസ്കാരം എന്താണ് നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാൻ സാധിക്കും. അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും അത് പഠന വിധേയമാക്കാനും നമുക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് അങ്ങനെ ഒരു തുറന്ന സംസ്കാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? ആ ഒരു പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? എന്താണ് ഒരു റെസ്പോൺസ് ഇല്ലാത്തെ? ഒന്നുകൂടെ പറയണോ? എന്താണ് ജനറേറ്റീവ് കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ് എന്നാ പറഞ്ഞത്. അതായത് പഠന വിധേയമാകുന്നതിന് വേണ്ടി നല്ലൊരു തുറന്ന സംസ്കാരം സൃഷ്ടിക്കുക അല്ലെ. മുൻപ് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലില് നമുക്ക് ഇതുപോലെ ഓപ്പൺ ഡേ ഹൗസ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല അല്ലെ. നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ പ്രത്യേക ഭാഗമുള്ള അല്ലെങ്കിൽ എന്താ അവിടുത്തെ സർവീസ് ഒക്കെ നേരിൽ കണ്ട് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിക്കോ?
ഇല്ലായിരുന്നു അല്ലെ. ആ ഒരു സംസ്കാരം അല്ലായിരുന്നു അന്നത്തെ കാലത്ത് അല്ലെ. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ് നല്ല പബ്ലിക് റിലേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും പബ്ലിക്കിന് ആ ഒരു സ്ഥാപനത്തിനെ നേരിട്ട് വന്ന് അവിടുത്തെ കാര്യങ്ങള് പ്രവർത്തനങ്ങള് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ് ഇവന്റ്സ് ഒക്കെ അവർ നടത്തുന്നുണ്ട് അല്ലെ. നമ്മൾ ഓൾറെഡി പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോ പഠിച്ച കാര്യമാണത് അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെ എന്താ, ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനം. ആ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, എല്ലാ രീതിയിലുമുള്ള നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കില്ലേ അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട്, അവിടെ നടക്കുന്ന ആ നിലവാരമുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള പ്രവർത്തനങ്ങള് ആളുകൾക്ക് നേരിട്ട് കണ്ട് പഠന വിധേയമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു തുറന്ന സംസ്കാരം, ഒരു നല്ല കൾച്ചർ, അതായത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യും, പണ്ടത്തെ പോലെ അവർ എന്താണ് എല്ലാവർക്കും പ്രവേശനം കൊടുക്കാതിരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു, പഠന വിധേയമാകാൻ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു അവസരം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്. നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അവിടെ അങ്ങനെ ഒരു പഠന വിധേയമാകാനായിട്ടുള്ള ഒരു തുറന്ന അവസരം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ അത്? ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, എസ്റ്റാബ്ലിഷ്ഡ് കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് ആൻഡ് കണ്ടിന്യൂസ് ലീഡർഷിപ്പ്. ഇനി എന്താ ഒരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കൊളാബറേറ്റീവ് സഹകരണ നേതൃത്വം അല്ലെ. ഒരു ടീം വർക്ക് ആയി നിന്നുകൊണ്ട് അല്ലെ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയി. ഇപ്പൊ ഒരു അക്രഡിറ്റേഷൻ ഒരു പ്രാവശ്യം കിട്ടിയെന്ന് വെച്ച് അവർക്ക് എപ്പോഴും ആ അക്രഡിറ്റേഷൻ നിലനിൽക്കോ? ഒരു പ്രാവശ്യം കിട്ടിയാൽ വർഷങ്ങളോളം ആ അക്രഡിറ്റേഷൻ അവർക്ക് നിലനിർത്തോ? ഇല്ല അല്ലെ. അവര് സ്റ്റാൻഡേർഡ്സ് പുതുക്കുന്നതിനനുസരിച്ചാണ് അവർക്ക് പിന്നെയും അക്രഡിറ്റേഷൻ പുതുക്കി കിട്ടുന്നത് അല്ലെ. അവർ കൃത്യമായ സ്റ്റാൻഡേർഡ് അവരെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടുകയുള്ളൂ അല്ലെ. അല്ലാത്ത പക്ഷം അത് അവർക്ക് നഷ്ടപ്പെടും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രാവശ്യം അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ സ്റ്റാൻഡേർഡ്സ് ഉടനീളം എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം വേണ്ടേ. അപ്പൊ അതിനു വേണ്ടി അവർ എന്ത് ചെയ്യണം, അവിടെ ഒരു ടീം വർക്കായി നിന്നുകൊണ്ട് അവിടുത്തെ ജീവനക്കാരെല്ലാവരും ഒരു സഹകരണ മനോഭാവത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സഹകരണ നേതൃത്വത്തോടുകൂടി അവിടെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലീഡർഷിപ്പ് ആയിരിക്കണം. ഒരു പ്രാവശ്യത്തേക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് അല്ലെ. അവിടെ തുടർച്ചയായിട്ട് അവർക്ക് ആവശ്യമായ നേതൃത്വങ്ങൾ നൽകണം. എന്താ, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് നൽകണം. ആ ഒരു സ്റ്റാൻഡേർഡ് ഉടനീളം അവർ കീപ്പ് ചെയ്യേണ്ടതാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസമോ മാത്രം പോരാ, തുടർച്ചയായിട്ട് അവർ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരൊരു ടീം വർക്കായി നിന്ന് പ്രവർത്തിക്കുകയും ഒരു സഹകരണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ സഹകരണ നേതൃത്വത്തോടു കൂടി പ്രവർത്തിക്കുകയും അതുപോലെ തുടർച്ചയായിട്ട് അവർക്ക് ആവശ്യമായ നേതൃത്വങ്ങൾ നൽകുകയും ചെയ്യാൻ സാധിക്കും. ആ ഒരു അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ് ആണത്. അങ്ങനെ അവർക്കൊരു നല്ല ടീം വർക്കായിട്ട് അവർക്ക് നിന്ന് പ്രവർത്തിക്കാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നേതൃത്വങ്ങൾ ലീഡർഷിപ്പ് നമുക്ക് അവിടെ ഇതുവഴി സ്ഥാപിക്കാൻ സാധിക്കും. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ഒന്നുകൂടി പറയാം മിസ്, ശ്രദ്ധിക്കുക. ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ ആദ്യത്തെ നമ്മൾ പറഞ്ഞു എന്താ, ഇംപ്രൂവ് പബ്ലിക് ട്രസ്റ്റ്, പൊതുവിശ്വാസം. ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനത്തിനെ കുറിച്ച് പൊതുജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കും അല്ലെ. അത് മെച്ചപ്പെടുത്താനായിട്ട്, അപ്പൊ ഒരു പൊതുവിശ്വാസം മെച്ചപ്പെടുത്താനായിട്ട് ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനം വഴി സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പ്രൊവൈഡ് എ സേഫ് ആൻഡ് എഫിഷ്യന്റ് വർക്ക് എൻവയോൺമെന്റ്, വളരെ കാര്യക്ഷമവും സുരക്ഷിതവുമായിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവിടുത്തെ ജീവനക്കാർക്ക് നമുക്ക് ഇതുവഴി പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ? ആ 2 പോയിന്റ്സ് ഓക്കെ ആണോ? ആ 2 പോയിന്റ് ഓക്കെ ആണോ? ദെൻ മൂന്നാമതായിട്ട് നമ്മൾ എന്താ പറഞ്ഞേ, നെഗോഷിയേഷൻ, അതായത് ചർച്ചകൾ നടത്തില്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ ചർച്ചകളൊക്കെ നടത്തുന്നത്. നിങ്ങൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചില്ലേ? ചർച്ചകൾ നടത്തും അല്ലെ. അപ്പൊ ഈ ഒരു സ്ഥാപനവുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെടുമ്പോ നല്ല നല്ല കരാറുകളിൽ ഏർപ്പെടാനായിട്ട് ഇവർക്ക് ഈ ഒരു അക്രഡിറ്റേഷന്റെ നേട്ടം സഹായിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു അക്രഡിറ്റേഷന്റെ നേട്ടം എന്ന് പറയുന്നത് നല്ലൊരു പ്രശസ്തിയാണ് അവർക്ക് അല്ലെ, നല്ലൊരു റെപ്യൂട്ടേഷൻ ആണത്. ആ ഒരു പ്രശസ്തി വെച്ചുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ചർച്ചകൾ നടത്താനും നല്ല നല്ല കരാറുകളിൽ ഏർപ്പെടാനും സാധിക്കുന്നു. ക്ലിയർ ആണോ? 3rd പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞത്, അവിടെ വരുന്ന പേഷ്യൻസിന്. അപ്പൊ നമ്മുടെ ഈ സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത് പേഷ്യൻസിനെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല, പേഷ്യൻസിനും അവരുടെ ഫാമിലി മുതലായ എല്ലാവരുടെയും എന്താണ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നതാണ് പേഷ്യൻസിന്റെയും
ഫാമിലീസിന്റെയും റൈറ്റ്സും എഡ്യൂക്കേഷൻ മുതലായ എല്ലാ കാര്യങ്ങളും. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസ് നല്ലൊരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ വരുന്ന പേഷ്യൻസിനും അവിടുത്തെ ഫാമിലികൾക്കും എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അവരുടെ അവകാശങ്ങൾക്ക് എന്താ റെസ്പെക്ട് അല്ലെങ്കിൽ അവകാശങ്ങളെ ആ സ്ഥാപനം മാനിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇൻവോൾവ് ദം ഇൻ ദ കെയർ പ്രോസസ് ഓഫ് പാർട്ട്നേഴ്സ്. എന്താ ആ ഒരു പരിചരണ പ്രക്രിയയിൽ ആവശ്യമാണെങ്കിൽ അവരെ കൂടി പങ്കാളികളാണ്, ആ ഒരു ഫാമിലി മെമ്പേഴ്സിനെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാനും സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? തേർഡ് വൺ. ഫോർത്ത് വൺ ക്ലിയർ ആണോ? സോറി, ഫോർത്ത് വൺ ക്ലിയർ ആണോ? ഓക്കെ. ഫിഫ്ത്ത് വൺ മീൻസ് എന്താ പറഞ്ഞത്? ജനറേറ്റീവ് കൾച്ചർ ദാറ്റ് ഈസ് ഓപ്പൺ ടു ലേണിംഗ്. പഠന വിധേയമാകുന്നതിന് വേണ്ടി നമ്മളൊരു ഓപ്പൺ ഡേ ഹൗസുകൾ നടത്തുന്നത് പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഒരു തുറന്ന സംസ്കാരം നമ്മൾ ഇവിടെ സൃഷ്ടിക്കുകയാണ്. എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് അവർ അവരുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി അവിടെ നിലനിർത്തുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് പഠനത്തിനായിട്ട് അവർക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർ നേരിട്ട് വന്ന ആ ഒരു സ്ഥാപനത്തിൽ കണ്ട് അത് ലേൺ ചെയ്യാൻ പഠിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പറഞ്ഞത് നല്ലൊരു കൊളാബറേറ്റീവ് ലീഡർഷിപ്പ്, ഒരു സഹകരണ നേതൃത്വത്തോടുകൂടി അതുപോലെ തുടർച്ചയായ നേതൃത്വത്തോടു കൂടിയും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യാനും ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. കിട്ടിയോ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഇതാണ് നമ്മൾ പറഞ്ഞത്, രണ്ട് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് മിസ് ഒന്ന് പറഞ്ഞുതരാം. JCIയും അത് നെക്സ്റ്റ് ഏതാണ്? നാബോ. നാബോ ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. JCI എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സംഘടനയാണ്. JCI എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതുപോലെ ലാബേജ് ഇല്ലാത്ത, നോട്ട് ഫോർ പ്രോഫിറ്റ് ആണ്, ലാബേജ് ഇല്ലാത്ത എന്താണ് ഒരു സ്ഥാപനമാണ്. ഇതൊരു ഇന്റർനാഷണൽ ലെവലിലാണ് കേട്ടോ. നാബാണെങ്കിലോ നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ GCI എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ലോകമെമ്പാടും വേൾഡ് വൈഡ് ആയിട്ട് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ അത് വളരെ 21 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു 4 ഹോസ്പിറ്റലിലെ പേരുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഏതായിരിക്കും, ഏത് ഹോസ്പിറ്റലാണ്? ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. രണ്ടെണ്ണം പ്രധാനമായിട്ടും കൊച്ചിയിൽ തന്നെ ഉള്ളതാണ്. ഏതാണോ രണ്ടെണ്ണം അറിയോ? ആസ്റ്റർ മെഡിസിറ്റി കേട്ടിട്ടുണ്ടോ? ആസ്റ്റർ മെഡിസിറ്റി. അതുപോലെ തന്നെ രാജഗിരി ഹോസ്പിറ്റൽ കൊച്ചിയിലുള്ളതാണ്. 2 ഹോസ്പിറ്റലുകൾ കൊച്ചിയിലുള്ളതാണ്. നെക്സ്റ്റ് ഒരെണ്ണം പാലക്കാടാണ്. ഏതാണെന്ന് അറിയോ? അഹല്യ ഐ ഫൗണ്ടേഷൻ കേട്ടിട്ടുണ്ടോ? അഹല്യ കണ്ണാശുപത്രിയാണ് അഹല്യ. അതിന്റെ തന്നെ ഹെഡ് ആയിട്ടുള്ള പാലക്കാട് ഹോസ്പിറ്റലിനാണ് കിട്ടിയിരിക്കുന്നത്. വേറൊരെണ്ണം കാലിക്കറ്റുള്ള മീട്ര ഹോസ്പിറ്റൽ. മീട്ര ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഈ 4 ഹോസ്പിറ്റലുകൾക്കാണ് JCIയുടെ, അതായത് ഇന്റർനാഷണൽ ലെവലിലുള്ള അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾക്കൊന്നും ഇതിന്റെ ഹോസ്പിറ്റലുകൾക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ 21 എണ്ണത്തിനേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം 4 ഹോസ്പിറ്റലുകൾക്കാണ് പ്രധാനമായിട്ടും കിട്ടിയിരിക്കുന്നത് കേട്ടോ. ബാക്കി നാമാവുമ്പോൾ മിക്ക ഹോസ്പിറ്റലുകൾക്കും ഉണ്ട്. പക്ഷെ JCI എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമാണ്, ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളൂ മിസ്സിന്. നെക്സ്റ്റ് നമുക്ക് JCI അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, താങ്ക് യു.